MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിലെ സുപ്രധാന സൂപ്പർ ട്യൂസ്ഡേ പോരാട്ടങ്ങൾ നാളെ നടക്കും. ഇറാനെതിരെ സൈനിക നടപടി ഭീഷണിയുമായി ഒബാമ വീണ്ടും. ഇന്ധനവില വർധന, കോൺഗ്രസ് അംഗങ്ങൾ രംഗത്ത്. ഒബാമയുടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഗാന്ധിജിയും മണ്ടേലയും വീണ്ടും സ്ഥാനം പിടിച്ചു. ഞാൻ അരവിന്ദ്. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിലെ സുപ്രധാന സൂപ്പർ ട്യൂസ്ഡേ പോരാട്ടങ്ങൾ നാളെ നടക്കും. പ്രധാനപ്പെട്ട 10 സ്റ്റേറ്റുകളിലാണ് നാളെ ഹിതപരിശോധന. കഴിഞ്ഞയാഴ്ച നേടിയ 3 സുപ്രധാന വിജയങ്ങൾ റോംനിയെ ഏറെ മുന്നിലെത്തിച്ചതായി റിപ്പോർട്ടുകൾ. അരിസോണ, മിഷിഗൺ, വാഷിംഗ്ടൺ സ്റ്റേറ്റുകളിൽ നേടിയ വിജയങ്ങളോടെയാണ് റോംനി മറ്റ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളിൽ നിന്ന് ഏറെ മുന്നിലെത്തിയത്. ഈ വിജയങ്ങളോടെ 207 പ്രൈമറി ഡെലിഗേറ്റ്സുകളായി ഇദ്ദേഹത്തിന്. നാളെ നടക്കാനിരിക്കുന്ന സൂപ്പർ ട്യൂസ്ഡേ പോരാട്ടങ്ങളിൽ ഈ വിജയങ്ങൾ റോംനിയെ ഏറെ സഹായിക്കും. അലാസ്ക, ജോർജിയ, ഇദാഹോ, മസാച്യുസെറ്റ്സ്, നോർത്ത് ഡക്കോത്ത, ഓഹിയോ, ഒക്ലഹോമ, ടെന്നീസി, വെർമൗണ്ട്, വെർജിയ സ്റ്റേറ്റുകളാണ് നാളെ വിധി പറയുക. ഈ സ്റ്റേറ്റുകളിൽ നിന്നായി 400ഓളം പ്രൈമറി ഡെലിഗേറ്റ്സ് ആണ് വിജയികൾക്ക് ലഭിക്കുക. ഒരു ദിവസം ഇത്രയധികം സ്റ്റേറ്റുകൾ തങ്ങളുടെ മനസ്സ് തുറക്കുമ്പോൾ അത് ആർക്ക് അനുകൂലമെന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ആകെയുള്ള 1144 പ്രൈമറി ഡെലിഗേറ്റ്സിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ളയാളായിരിക്കും നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒബാമയ്ക്ക് എതിരായി വരിക. റിക് സാന്റോറത്തിന് 86 ഡെലിഗേറ്റ്സും റോൺ പോളിന് 46ഉം ഗിംഗ്റിച്ചിന് 39 പേരുടെയും പിന്തുണയുമുണ്ട്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് സൂപ്പർ ട്യൂസ്ഡേ റോംനിക്ക് അനുകൂലമാണ്. സാന്റോറത്തിന് ഇടയ്ക്ക് കൈവന്ന മേൽക്കൈ തട്ടിത്തെറിപ്പിക്കാനും റോംനിക്കായി. ഇതുവരെ 8 വിജയങ്ങളാണ് റോംനി നേടിയത്. സൂപ്പർ ട്യൂസ്ഡേ കൂടി അനുകൂലമായാൽ റോംനി ആയിരിക്കാം ഒരുപക്ഷെ നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒബാമയ്ക്കെതിരെ മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ. വെർജീനിയയിൽ റോംനി ഏതാണ്ട് വിജയം ഉറപ്പിച്ച മട്ടാണ്. തന്റെ പ്രധാന എതിരാളികളായ ഗിംഗ്റിച്ചും സാന്റോറവും ഇവിടത്തെ തെരഞ്ഞെടുപ്പിലില്ല. തങ്ങളെ പിന്താങ്ങുന്നവരുടെ ഒപ്പുകൾ ശേഖരിച്ച് യഥാസമയം സമർപ്പിക്കാനാകാത്തതിനാലാണ് ഇങ്ങനെ ഒരു സ്ഥിതി വന്നത്. അമേരിക്കയിൽ വധശിക്ഷ നടപ്പിലാക്കാനായി ഇന്ത്യൻ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെതിരെ പരക്കെ വിമർശനം. നെബ്രസ്കയിലാണ് ഇന്ത്യൻ നിർമ്മിത മരുന്ന് ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത്. അമേരിക്കയിൽ ഇന്ത്യൻ മരുന്ന് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്നു. അടുത്ത ആഴ്ചയാണ് അമേരിക്കയിലെ നെബ്രാക് ജയിലിലെ ഒരു തടവുകാരനെ ഇന്ത്യൻ മരുന്ന് കുത്തിവെച്ച് വധശിക്ഷ നടപ്പിലാക്കാൻ അധികൃതർ ഒരുങ്ങുന്നത്. ഇരട്ട കൊലപാതക കേസിൽ കുറ്റവാളിയായി തെളിയിക്കപ്പെട്ട മൈക്കിൾ റയാന് മാർച്ച് 6-നാണ് വധശിക്ഷ നടപ്പാക്കേണ്ടത്. ബോധം കെടുത്തുവാനായി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സോഡിയം തയോപെന്റൽ എന്ന മരുന്നാണ് ഇതിനായി ഉപയോഗിക്കാൻ പോകുന്നത്. എന്നാൽ കുറ്റവാളിയായ റയാൻ വധശിക്ഷ നടപ്പാക്കേണ്ട നെബ്രാസ്ക ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻ സർവീസിൽ ഈ മരുന്ന് സമ്പാദിച്ച രീതിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. മരുന്ന് വിതരണം ചെയ്ത നാരി എന്ന സ്വിസ് ഇന്ത്യൻ കമ്പനി വെളിപ്പെടുത്തിയ വിവരമനുസരിച്ച് ക്രിസ് ഹാരിസ് എന്ന ഇടനിലക്കാരൻ വഴി കമ്പനിയെ കബളിപ്പിച്ചാണ് നെബ്രാസ്ക ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻ സർവീസ് മരുന്ന് സമ്പാദിച്ചത്. ഇത്തരത്തിൽ മറ്റൊരു കമ്പനിയെയും ഈ ഇടനിലക്കാരൻ വഴി തെറ്റിദ്ധരിപ്പിച്ച് മരുന്ന് സമ്പാദിക്കാൻ നേരത്തെ ശ്രമം നടത്തിയിരുന്നതായും എന്നാൽ അമേരിക്കൻ അധികാരികൾ അംഗീകരിക്കാത്തതിനാലാണ് ഈ ശ്രമം പാളിയതെന്നും വിലയിരുത്തപ്പെടുന്നു. 2010-ൽ ഹോസ്പിറ എന്ന കമ്പനി അടച്ചുപൂട്ടിയതാണ് സോഡിയം തയോപെന്റലിന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് അമേരിക്കയ്ക്കുണ്ടായത്. വധശിക്ഷയ്ക്ക് വേണ്ടി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായി നായ്ക്കളിൽ ഉപയോഗിക്കുന്ന പെൻഡോബാർബിൻ എന്ന മരുന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അധികൃതർ ആലോചിക്കുന്നുണ്ട്. നാരി എന്ന കമ്പനിയിൽ നിന്നും ഇപ്പോൾ വാങ്ങിയ സോഡിയം തയോപെന്റൽ വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതിനെതിരെ കമ്പനി CEO പ്രീതി കൊച്ചാർ നെബ്രാസ്ക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിട്ടുണ്ട്. ഇതിൽ തന്റെ കമ്പനിയുടെ വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാനെതിരെ സൈനിക നടപടി ഭീഷണിയുമായി ഒബാമ വീണ്ടും. ഒരാഴ്ചക്കിടെയുള്ള രണ്ടാമത്തെ മുന്നറിയിപ്പാണിത്. ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഒബാമ വീണ്ടും ശക്തിയായി പ്രതികരിക്കുന്നു. Over the last few weeks, such talk has only benefited the Iranian government by driving up the price of oil, which they depend on to fund their nuclear program. വീണ്ടും ഒരു യുദ്ധം കൂടി വരുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ഒബാമയുടെ ഇറാൻ വിരുദ്ധ പ്രസ്താവനകൾ പുറത്തു വരുന്നത്. ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ഇറാനിലേക്ക് സൈന്യത്തെ അയക്കാൻ മടിക്കില്ലെന്ന് ഒബാമ വ്യക്തമാക്കി. എന്നാൽ ഇത് അവസാന ഘട്ടമായിട്ടായിരിക്കും. Israel's security, America's security and the peace and security of the world. Now is not the time for bluster. Now's the time to let our increased pressure sink in.
and to sustain the broad international coalition we have built. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ഒബാമ വ്യക്തമാക്കി. So we all prefer to resolve this issue diplomatically. Having said that, Iran's leaders should have no doubt about the resolve of the United States. ഇസ്രായേലി നേതാക്കളെയും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേലിന്റെ യുദ്ധപ്രഖ്യാപനത്തെയും ഒബാമ തള്ളിപ്പറഞ്ഞു. ഇത്തരം അയഞ്ഞ സമീപനങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നും ഒബാമ ആവശ്യപ്പെട്ടു. ഇറാൻ ലോകത്തിന് തന്നെ അപകടകാരിയാണെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലി പ്രസിഡന്റ് ഷിമോൺ പെറസ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവശാലകളിൽ ആയുധ നിർമ്മാണമാണ് നടക്കുന്നതെന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും ആരോപിക്കുന്നത്. പ്രശ്നങ്ങൾ തുടങ്ങിയ ശേഷം ശത്രു രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വ്യാപാരം ഇറാൻ നിർത്തിവച്ചിരുന്നു. ഇത് ലോക എണ്ണ വിപണിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എണ്ണവില ക്രമാതീതമായി വർദ്ധിക്കാൻ ഇതിടയാക്കി. ഉയർന്ന എണ്ണവില രാഷ്ട്രീയ പ്രശ്നം കൂടിയായതോടെ ഒബാമയ്ക്ക് മിണ്ടാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെയും പ്രധാന പ്രചരണ ആയുധമാണ് ഈ ഉയർന്ന ഇന്ധനവില. അമേരിക്കയിലെ കൊടുങ്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 39ആയി. കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലിക്കൊടുങ്കാറ്റ് അമേരിക്കയിലെ 5 സ്റ്റേറ്റുകളെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. 39 പേരുടെ മരണത്തിനും 100 കണക്കിന് പേരെ ഭവനരഹിതരുമാക്കിയ കാറ്റിന്റെ കലിയടങ്ങുമ്പോൾ പ്രദേശമാകെ ഒരു യുദ്ധഭൂമിക്ക് സമാനമായി കിടക്കുകയാണ്. തകർന്ന വീടുകളും ഒടിഞ്ഞു വീണ മരങ്ങളും ചപ്പുചവറുകൾ മൂടിക്കിടക്കുന്ന നിരത്തുകളും ശ്മശാന മൂകതയും ഈ പ്രദേശങ്ങളെ യുദ്ധഭൂമിയെ അനുസ്മരിപ്പിക്കുന്നതായി. കെഞ്ചുക്കിയിലാണ് മരണസംഖ്യ ഏറെയും. ഇവിടെ മാത്രം 21 പേർ മരിച്ചതായാണ് സൂചനകൾ. ഇന്ത്യാനയിൽ 13 പേരും 3 പേർ ഒഹിയോയിലും ഓരോ പേർ വീതം അലബാമയിലും ജോർജിയയിലും മരണപ്പെട്ടു. ഈ പ്രദേശങ്ങളിലെല്ലാം മേൽക്കൂരയുള്ള വീടുകൾ ഇപ്പോൾ കാണുക വിരളമാണ്. കാറ്റ് കൊണ്ടുപോയ മേൽക്കൂരകളുമായി അസ്ഥിപഞ്ജരങ്ങളായ വീടുകളാണ് ഇവിടെയെല്ലാം കാണുന്നത്. തങ്ങളുടെ വിലപ്പെട്ടതെല്ലാം കൊണ്ടുപോയ കാറ്റ് അവശേഷിപ്പിച്ചതിനായി തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ തിരയുന്നവർ ഏവരെയും മനസ്സലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. പല ഗ്രാമങ്ങളും ഇനി പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ട സ്ഥിതിയാണ്. തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ എല്ലാം കൊണ്ടുപോയ കാറ്റ് ഒറ്റപ്പെടുത്തിയ ചില ജന്മങ്ങളെയും ഇവിടങ്ങളിൽ കാണാനായി. ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രകൃതി കലിപൂണ്ടതിന്റെ ബാക്കിപത്രങ്ങളാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിലെ നാശനഷ്ടങ്ങൾ ഇതുവരെയും പൂർണ്ണമായും കണക്കാക്കിയിട്ടില്ല. അതിന് ഇനിയും ദിവസങ്ങൾ എടുത്തേക്കുമെന്ന് സൂചനകളുണ്ട്. പ്രദേശത്തെ സ്കൂളുകൾ, ഓഫീസുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഈ കാറ്റ് ബാധിച്ചിട്ടുണ്ട്. ഭവനരഹിതരായവർക്ക് താമസിക്കാനായി താൽക്കാലിക സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കി വരുന്നു. ഇന്ധന വിലവർദ്ധനവിനെതിരെ ജനപ്രതിനിധി സഭാംഗങ്ങൾ രംഗത്ത്. 68 കോൺഗ്രസ് അംഗങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ ഉയർന്നുവരുന്ന ഇന്ധന വിലയ്ക്കെതിരെ ജനപ്രതിനിധി സഭയായ കോൺഗ്രസിലെ 68 അംഗങ്ങൾ രംഗത്തെത്തി. ലോക വിപണിയിലെ വില സ്ഥിരതയില്ലായ്മ മാത്രമല്ല ഈ വിലക്കയറ്റത്തിന് കാരണമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്ത് എണ്ണ വിതരണം നടത്തുന്നവരും മനഃപൂർവ്വമായി വില വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് ഇവരുടെ വാദം. അതിനാൽ തന്നെ എണ്ണ വ്യാപാരം കുത്തകയാക്കി മാറ്റിയ രാജ്യത്തെ വ്യാപാരി സമൂഹത്തെ നിലയ്ക്ക് നിർത്താനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഉടൻ നടപ്പിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വില വർദ്ധിക്കുന്നതിന്റെ 2 കാരണങ്ങളാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ധനത്തിനു വേണ്ടിയുള്ള ലോക ജനതയുടെ അമിതമായ ആവശ്യം. 2, കിട്ടിയ അവസരം മുതലെടുത്ത് കൂടുതൽ ലാഭം നേടാനുള്ള എണ്ണ കമ്പനികളുടെ ആർത്തി. കഴിഞ്ഞ 5 വർഷങ്ങളായി ഉയർന്ന വില സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളായി ഇന്ധനവില രാജ്യത്ത് വർധന രേഖപ്പെടുത്തുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ഗ്യാസിന്റെ വില ഗ്യാലന് $4 മുകളിലെത്തി. ഇത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ഭീമഹർജി എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. സദേൺ ന്യൂ മെക്സിക്കോയിൽ 30 അടി താഴ്ചയുള്ള ഇടുങ്ങിയ കുഴിയിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. 4 വയസ്സുകാരൻ സാമുവൽ ജോൺസന്റെ മൃതദേഹമാണിതെന്ന് പോലീസ് സംശയിക്കുന്നു. 30 അടി ആഴമുള്ള കുഴിയിൽ നിന്നും ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു. സദേൺ ന്യൂ മെക്സിക്കോയിലാണ് സംഭവം നടന്നത്. The hole is about 30 feet deep and only about 14 inches in diameter. So actually what they're going to have to do is dig down at a slant until they get down deep enough to get. ശനിയാഴ്ച കാണാതായ സാമുവൽ ജോൺസ് എന്ന കുട്ടിയുടേതാണ് മൃതദേഹമെന്ന് പോലീസ് സംശയിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി അബദ്ധത്തിൽ ഈ കുഴിയിലേക്ക് വീണു പോയതായിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു. Said that she hoped that this wasn't going to be a case where he would never be found. ഈ കുഴിക്കകത്ത് ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നു. വാവട്ടം കുറഞ്ഞ കുഴിയായതിനാൽ അതിനകത്ത് അസാധ്യമായ ചൂടും അനുഭവപ്പെട്ടിരുന്നതായി രക്ഷാപ്രവർത്തകർ പറയുന്നു.
Initially began with rescue procedures. Unfortunately, it was discovered that the conditions inside the hole were not survivable, the amount of oxygen that was there, the temperature, that type of thing. 4 വയസ്സുകാരനായ സാമുവൽ ജോൺസിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇതിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. പ്രദേശത്ത് മൈനിംഗ് നടത്തുന്ന വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഒബാമയുടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഗാന്ധിജിയും മണ്ടേലയും വീണ്ടും സ്ഥാനം പിടിച്ചു. ഇവർ ചെയ്തത് പ്രയാസമേറിയ കാര്യങ്ങളാണെന്നും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഇനിയും സമയം വേണമെന്നും ഒബാമ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ഒബാമയും സർവ്വതന്ത്രങ്ങളും ഇറക്കി പയറ്റി തുടങ്ങി. പ്രസിഡന്റ് പദത്തിലേക്ക് 2ാം തവണയും മത്സരിക്കുന്ന ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ബരാക് ഒബാമ ഇത്തവണയും കൂട്ടുപിടിച്ചിരിക്കുന്നത് ഗാന്ധിജിയെയും നെൽസൺ മണ്ടേലയെയുമാണ്. Around the world, Gandhi, Nelson Mandela, what they did was hard. ഈ 2 നേതാക്കളും ചെയ്തതുപോലെ അമേരിക്കയിൽ വികസനം കൊണ്ടുവരാൻ ഇനിയും സമയം വേണമെന്ന് ഒബാമ അഭിപ്രായപ്പെട്ടു. It takes time. It takes more than a single term. It takes more than a single president. It takes more than a single. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നോട്ട് വെച്ച മാറ്റം എന്ന ആശയം നടപ്പിൽ വരുത്താൻ തനിക്ക് വേണ്ടതുപോലെ കഴിഞ്ഞിട്ടില്ലെന്ന കുറ്റസമ്മതവും ഒബാമ ഇതോടൊപ്പം പ്രസ്താവിച്ചു. And I said in 2008 that I am not a perfect man and I will not be a perfect president. But I promised you back then that I would always tell you what I believed. I would always tell you where I stood. യഥാർത്ഥ മാറ്റം എപ്പോഴും പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞ ഒബാമ ലോകത്ത് മണ്ടേലയും ഗാന്ധിജിയും ചെയ്തത് പ്രയാസമേറിയ കാര്യങ്ങളാണെന്നും കൂട്ടിച്ചേർത്തു. അവർ മുന്നോട്ട് വച്ചതുപോലെയുള്ള വികസന സ്വപ്നം കൊണ്ടുവരാൻ ഇനിയും സമയമെടുക്കും. അതിന് ഈ 4 വർഷം പര്യാപ്തമായിരുന്നില്ല. ഇനിയും സമയം വേണമെന്നും ഒബാമ പറഞ്ഞു. പെട്ടെന്നുള്ള വികസനം ഒരു ഭരണാധികാരിക്കോ ഒരു വ്യക്തിക്കോ സാധിക്കില്ലെന്നും ഒബാമ വ്യക്തമാക്കി. ഇലക്ഷൻ അടുക്കും തോറും ഒബാമയിലെ രാഷ്ട്രീയക്കാരൻ കൂടുതൽ പ്രബലനാകുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള പുതിയ ചികിത്സാ രീതി ശ്രദ്ധിക്കപ്പെടുന്നു. വാമ്പയർ ഫേസ് ലിഫ്റ്റിംഗ് എന്നാണ് പുതിയ ചികിത്സാ രീതിയുടെ പേര്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ചെറുപ്പത്തിലെ തന്നെ മുഖത്തിലെ ചർമ്മം ചുളിവുകൾ വീണ് അകാല വാർദ്ധക്യം ആരും തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമാകണമെന്നില്ല. ഇതിനായി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി പോക്കറ്റ് കാരിയായിരുന്നവർക്കായി ഒരു ചെകുത്താൻ മാർഗം വരുന്നു. നമ്മുടെ സ്വന്തം രക്തം കൊണ്ട് തന്നെ മുഖത്തിലെ ചുളിവുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് മാറ്റാവുന്ന പുതിയ രീതിയാണ് വാമ്പയർ ഫേസ് ലിഫ്റ്റിംഗ്. മറ്റ് രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട് ഈ ചികിത്സാ രീതിക്ക്. It hasn't eclipsed the others, but it's becoming very popular. Now we're seeing patients every week who are asking for this. നമ്മുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ശ്വേതരക്താണുക്കളെ ചുളിവുള്ള ഭാഗത്ത് ചർമ്മത്തിനടിയിൽ കുത്തിവയ്ക്കുന്നതാണ് ഈ ചികിത്സാ രീതി. ഇതുമൂലം ചുളിവ് വീണ ഭാഗങ്ങളിൽ കോശങ്ങളുടെ വളർച്ച വീണ്ടും വർദ്ധിക്കുന്നു. നീണ്ട ആശുപത്രിവാസമോ ഉയർന്ന ചിലവോ വരാതെ തന്നെ പരസ്യങ്ങളുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ചികിത്സ നിങ്ങളെ സഹായിച്ചേക്കും. അതുകൊണ്ട് തന്നെ വാമ്പയർ എന്ന് കേൾക്കുമ്പോൾ കണ്ണുപൊത്തി പേടിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ധൈര്യമായി പറയാം, ഇനി ആ പിശാചിനെ സ്നേഹിക്കാം. അതുവഴി മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാം. അതും മറ്റ് പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ. ആകെ വേണ്ടത് അണുവിമുക്തമായ ഒരു സ്ഥലം മാത്രമാണ്. ഇല്ലെങ്കിൽ ഫലം മറ്റൊന്നാകും. വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന് പറയുന്നത് പോലെ. മുഖസൗന്ദര്യ ചികിത്സ വിജയകരമായി നടത്തുന്ന നിരവധി സ്ഥലങ്ങൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. സ്വന്തം രക്തം കൊണ്ട് നടത്തുന്ന ചികിത്സയായതിനാൽ അലർജി പോലുള്ള പ്രശ്നങ്ങളും ഇതിലില്ല. ന്യൂയോർക്കിൽ മട്ടുപ്പാവ് കൃഷി വ്യാപകമാവുന്നു. കൃഷി ചെയ്യാൻ 1 ഇഞ്ച് ഭൂമിയില്ലാത്ത നഗരത്തിൽ പുതിയ കൃഷിരീതി തരംഗമാവുന്നു. ഭക്ഷ്യസുരക്ഷ ഏതൊരു രാജ്യത്തിന്റെയും ആവശ്യമാണ്. കൃഷിസ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നതാണ് ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിൽ നിന്നും രാജ്യങ്ങളെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം. അമേരിക്ക പോലുള്ള ഒരു വികസിത രാജ്യത്തിന്റെ കാര്യം നമുക്ക് ആലോചിക്കാവുന്നതിനും അപ്പുറമാണ്. ന്യൂയോർക്ക് സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു പുതിയ കൃഷിരീതി ഇപ്പോൾ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച മട്ടുപ്പാവ് കൃഷിയാണ് ന്യൂയോർക്കിൽ പരീക്ഷിച്ച് വിജയിച്ചത്. There's layers of drainage mat and separation fabric. It's all very technical stuff that the dirt actually just goes right on top of, and then you grow stuff in the dirt. But most importantly, a green roof has great environmental benefits such as stormwater reduction, which is a huge problem in New York City. There's cooling for the building, and if we can amass enough green roofs, hopefully to help the heat island issue in New York City. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് അധികാരികൾ.
ന്യൂയോർക്ക് സിറ്റിക്കകത്തുള്ള പല കൃഷി ഫാമുകളും ഈ കൃഷിക്കായി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂയോർക്ക് സിറ്റിയെ സംബന്ധിച്ച് കെട്ടിടങ്ങളുടെ ബാഹുല്യമാണ്. അങ്ങനെ വന്നപ്പോൾ ഒഴിഞ്ഞ ടെറസുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഇവിടങ്ങളിൽ ഗ്രീൻ ഹൗസുകൾ നിർമ്മിച്ച് ഇതിൽ കൃഷി നടത്തുന്നത് വളരെ ഫലവത്തായതോടെയാണ് സിറ്റിയിലെ നൂറുകണക്കിന് ടെറസുകൾ ഹരിതാഭമായി തീർന്നത്. Instead of saying, oh, one day we're going to go buy a farm, we said, let's start now and let's start growing and let's start learning so that we have those skills and that we've made mistakes up. തക്കാളിയും ഉരുളക്കിഴങ്ങും കോളിഫ്ലവറുമെല്ലാം മട്ടുപ്പാവിൽ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച ഇപ്പോൾ ന്യൂയോർക്കിലെ പല കെട്ടിടങ്ങൾക്ക് മുകളിലും കാണാൻ കഴിയും. ഇത് എല്ലാ കെട്ടിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചാൽ വിലക്കയറ്റം കുടുംബ ബജറ്റിനെ തകർക്കുന്ന സ്ഥിതി എന്നേക്കുമായി മാറ്റി നിർത്താൻ സാധിക്കും. Also, with so many people on the planet, people have to live in cities. We can't all go out and have 100 acres. I think there are ways that cities can be green and sustainable and grow a lot of their own food. വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് നശിക്കുന്ന കൃഷിയുടെ കണക്കുകളിൽ നിന്നും ഈ കൃഷിരീതി വേറിട്ട് നിൽക്കുന്നു. നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ കൂടുതൽ ഉപയോഗപ്രദമായി ഉപയോഗിക്കാൻ ഇതുവഴി സാധിക്കും. ഇനി ഒരിടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. സൗത്ത് ഫ്ലോറിഡയിലെ മലയാളികളുടെ കർമ്മമണ്ഡലത്തിൽ 3 പതിറ്റാണ്ടിന്റെ സേവന ചരിത്രം എഴുതി മുന്നേറുന്ന അമേരിക്കൻ മലയാളി സംഘടനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കേരള സമാജം ഓഫ് സൗത്ത് ഫ്ലോറിഡയുടെ 2 വർഷം നീണ്ടു നിൽക്കുന്ന 30ാം വാർഷികാഘോഷ ചടങ്ങുകൾ നടന്നു. കുഷർ സിറ്റി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മുഖ്യ കവാടത്തിൽ നിന്ന് വിവിധ നഗരസഭാ മേയർമാരെയും കമ്മീഷണർമാരെയും കൗണ്ടി കോർട്ട് ജഡ്ജിനെയും വൈദികരെയും ഫോമ ദേശീയ ഭാരവാഹികളെയും താമ്പ മുതൽ മയാമി വരെയുള്ള ഇതര സംഘടനാ ഭാരവാഹികളെയും കുഷർ സിറ്റി ഹൈസ്കൂൾ ബാൻഡ് ടീമിന്റെ അകമ്പടിയോടുകൂടി സമാജം യൂത്ത് ടീം അമേരിക്കൻ ദേശീയ പതാകയും ഇന്ത്യൻ ദേശീയ പതാകയും വഹിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു. സമാജം പ്രസിഡന്റ് ജോയി കുറ്റ്യാണിയുടെ അധ്യക്ഷതയിൽ ഫോമ നാഷണൽ പ്രസിഡന്റ് ബേബി ഊരാളിൽ 7 തിരിയിട്ട നിലവിളക്ക് തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഡേവി സിറ്റി മേയർ ജെസി പോൾ, സിറ്റി ഓഫ് പേബ്രൂക്ക് പൈൻസ് മേയർ ഫ്രാങ്ക് ഓർട്ടിസ്, വൈസ് പ്രസിഡന്റ് ഐറിസ് സൈഷിൽ, കുഷർ സിറ്റി കമ്മീഷണർ ജെയ്മി ഖുറാൻ, ഫാദർ സക്കറിയ തൊട്ടുവേലി തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കേരളത്തിലെമ്പാടും ഇപ്പോൾ നഴ്സുമാർ സമരരംഗത്താണ്. ഇവരുടെ സമരത്തിന് പിന്തുണയുമായി അമേരിക്കൻ മലയാളി സംഘടനയായ ഒരുമ രംഗത്തെത്തി. ഹൂസ്റ്റണിലെ മലയാളികളുടെ സംഘടനയാണ് ഒരുമ. പ്രസിഡന്റ് ജോൺ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രഞ്ജു സെബാസ്റ്റ്യൻ പ്രമേയം അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇത് സംബന്ധിച്ച നിവേദനം അയക്കുവാൻ ജോ തേക്കാനത്തിനെയും ഷിബു ജോർജിനെയും യോഗം ചുമതലപ്പെടുത്തി. ഗ്രേറ്റർ ഹൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി പ്രസ് കൗൺസിൽ ഓഫ് USA വിശദീകരണ യോഗവും ചർച്ചാ സമ്മേളനവും നടത്തി. ഫെബ്രുവരി 25-ാം തീയതി രാവിലെ 11 മണിക്ക് സ്റ്റാഫോർഡിലെ ഡിസ്കൗണ്ട് ഗ്രോസേൻസ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. മലയാളി പ്രസ് കൗൺസിൽ പ്രസിഡന്റ് AC ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രസ് കൗൺസിൽ സെക്രട്ടറി ബ്ലസൻ സാമുവൽ സ്വാഗത പ്രസംഗം നടത്തി. തുടർന്ന് ദൃശ്യ ശ്രാവ്യ മാധ്യമ രംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന കാലികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നു. മാധ്യമ പ്രതിനിധികളോടൊപ്പം ഗ്രേറ്റർ ഹൂസ്റ്റൺ പ്രദേശത്തുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു.
ഈയിടെ കേരളത്തിൽ വെച്ച് അന്തരിച്ച പ്രസിദ്ധനായ മുതിർന്ന അമേരിക്കൻ മലയാളി സാഹിത്യകാരനും മാധ്യമങ്ങളുടെ സന്തത സഹചാരിയുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ ജോസഫ് പോൾസന്റെ നിര്യാണത്തിൽ മലയാളി പ്രസ് കൗൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇനി കേരള ഡെസ്ക്. കേരളത്തിന് ഇത് ഉത്സവകാലം. ഗ്രാമ നഗരഭേദമന്യേ ഉത്സവ ഛായയിലാണ് കേരളം. കേരളം ഇന്നൊരു ഉത്സവ പറമ്പാണ്. ഗ്രാമ നഗര വ്യത്യാസമന്യേ എല്ലായിടങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്നു. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും കലാപരിപാടികളും ആചാരാനുഷ്ഠാനങ്ങളുമായി ഉത്സവങ്ങൾ കൊണ്ടാടുകയാണ്. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ഒക്കത്തിരുന്ന് ബലൂണും മിഠായിയും വാങ്ങി ആനയെയും അമ്പാരിയെയും പഞ്ചാരിമേളവും കണ്ട ആ നാൾ ഓർമ്മയിലില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല. ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരാണ് നാം കേരളീയർ. പാടങ്ങളിൽ വിളവെടുപ്പ് കഴിഞ്ഞ് കർഷകരും നാട്ടുകാരും നല്ല വിളവിന് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയതായിരുന്നു നമ്മുടെ ഉത്സവകാലം. പിന്നീട് അത് ജാതി തിരിച്ചും മതങ്ങളുടെ പേരിലുമായി. എന്തായാലും ഉത്സവങ്ങൾ ഇന്നും ഓരോ നാടിൻ്റെ ചരിത്രവും പൈതൃകവും വ്യക്തമാക്കുന്നതാണ്. നാട്ടിലെ ചെറുതും വലുതുമായ നിരവധി കലാകാരന്മാരുടെ വളർച്ചയ്ക്കുള്ള ആദ്യവേദിയും നാട്ടിലെ ഉത്സവവേദികളാണ് ഇപ്പോഴും. ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കഥകളി പോലുള്ള നാടൻ കലാരൂപങ്ങളും ഇത്തരം ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭാഗമാണ്. കേരളത്തിൽ ഏറ്റവുമധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവമായ തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 30 ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കുചേരുന്നത്. ഇതിനായുള്ള മൺകലങ്ങളുടെ കച്ചവടം ഇപ്പോൾ പൊടിപൊടിക്കുകയാണ് നഗരത്തിൽ. കേരളത്തിലെ വടക്കൻ മേഖലകളിൽ തെയ്യവും തിറയും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാകുമ്പോൾ മധ്യ കേരളത്തിൽ വെളിച്ചപ്പാടുകൾ ഈ സ്ഥാനത്തേക്ക് വരുന്നു. ഇത് തെക്കൻ മേഖലയിലേക്ക് എത്തുമ്പോൾ ഉത്സവങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് അല്പം മാറി പണക്കൊഴുപ്പിൻ്റെ സ്റ്റേജ് ഷോകളായി മാറുന്നു. എന്തൊക്കെയായാലും ഉത്സവകാലം മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളിലെ സുവർണകാലമാണ്. അത് കാലങ്ങൾക്കിപ്പുറവും ഒളിമങ്ങാതെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിലെ സുപ്രധാന സൂപ്പർ ട്യൂസ്ഡേ പോരാട്ടങ്ങൾ നാളെ നടക്കും. ഇറാനെതിരെ സൈനിക നടപടി ഭീഷണിയുമായി ഒബാമ വീണ്ടും. ഇന്ധനവില വർധന, കോൺഗ്രസ് അംഗങ്ങൾ രംഗത്ത്. ഒബാമയുടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഗാന്ധിജിയും മണ്ടേലയും വീണ്ടും സ്ഥാനം പിടിച്ചു. ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.